വയനാട് ദുരന്തത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഒരു കൈത്താങ്ങായി കേരള പെൻഷനേഴ്സ് യൂണിയൻ്റെ പുനലൂർ ഈസ്റ്റ് യൂണിറ്റ് അംഗങ്ങളിൽ നിന്നും ശേഖരിച്ചിട്ടുള്ള തുക ബഹുമാനപ്പെട്ട ട്രഷറി ഓഫീസർക്ക് കൈമാറുന്ന ഒരു ചടങ്ങാണിത്. വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ ആരംഭിച്ച മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ പുനലൂർ ഈസ്റ്റ് യൂണിറ്റ് കമ്മിറ്റി സമാഹരിച്ച തുക കൈമാറി. ദുരന്തം നമ്മുടെ ഒട്ടനവധി സഹോദരങ്ങളെ നമുക്ക് നഷ്ടപ്പെടുകയുണ്ടായി. കൂടാതെ അവരുടെ കിടക്കാടവും എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിലെ ആബാലവൃത്തം ജനങ്ങളും അവരുടെ കുടുംബത്തിന് ശേഷിക്കുന്നവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ട് കൈയയച്ച് സഹായം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി ആഗസ്റ്റ് മാസം ആദ്യം തന്നെ 25 ലക്ഷം രൂപ നമ്മുടെ ആദ്യ സംരംഭം എന്ന നിലയിൽ മുഖ്യമന്ത്രിയെ ഏൽപ്പിക്കുകയുണ്ടായി. കൂടാതെ വയനാട് ജില്ലാ കമ്മിറ്റി 5 ലക്ഷം രൂപ, അത് കൂടാതെ നമ്മുടെ പെൻഷൻ സംഘടനയിൽപ്പെട്ട പലരും അവരുടേതായ കഴിവിനനുസരിച്ച് ഒക്കെ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ ജില്ലാ കമ്മിറ്റിയുടെ ആഹ്വാനം അനുസരിച്ച് എല്ലാ ബ്ലോക്കുകളും യൂണിറ്റുകളും അവരവരുടെ കഴിവിനനുസരിച്ച് വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ നമ്മളെ ചുമതലപ്പെടുത്തിയുണ്ടായി. അതനുസരിച്ച് പുനലൂർ ബ്ലോക്കിൻ്റെ കീഴിലുള്ള ഈസ്റ്റ് യൂണിറ്റ് ഇന്ന് ഏകദേശം 42,000 രൂപ അവർ ആദ്യപടി എന്ന നിലയിൽ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ അവരുടെ യൂണിറ്റിലെ 2 അംഗങ്ങൾ 50,000 രൂപ വെച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഒട്ടനവധി പേര് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്തായാലും ഞങ്ങളുടെ കയ്യിൽ കിട്ടിയ ഈ ആദ്യ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അയക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. അത് നമ്മുടെ ട്രഷറി ഓഫീസറെ ഏൽപ്പിക്കുന്ന ചടങ്ങാണ്. അത് സാറ് നമ്മുടെ പ്രസിഡന്റ് സംസാരിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് ഓമനക്കുട്ടനാണ് സബ് ട്രഷറി ഓഫീസർക്ക് സമാഹരിച്ച തുകയായ 42,000 രൂപ കൈമാറിയത്. മുൻപ് 2 അംഗങ്ങൾ 50,000 രൂപ വീതം കൈമാറിയിരുന്നു. പെൻഷനേഴ്സ് യൂണിയൻ സെക്രട്ടറി എ സുരേഷ് കുമാർ, ഈസ്റ്റ് യൂണിറ്റ് സെക്രട്ടറി CB ജയചന്ദ്രൻ, കമ്മിറ്റി അംഗങ്ങളായ M ആരിഫ ബീബി, ശ്രീദേവി, രവീന്ദ്രൻ പിള്ള, രത്നാകരൻ S, അബ്ദുൽ ലത്തീഫ്, രാജശേഖര കുറുപ്പ് എന്നിവർ ചടങ്ങിൽ പങ്കാളികളായി. ഫോക്സ് TV ന്യൂസ്, പുനലൂർ.